കേരളം പ്രകൃതിയുടെ സൂര്യമാണ്. പക്ഷേ ഇവിടെയുള്ള ചില ഗ്രാമങ്ങൾ നമ്മളെ അതിശയിപ്പിക്കും. ഇവിടേക്ക് എത്തുമ്പോൾ മൊബൈൽ ടവർ പോലുമില്ല. ആദിമ മനുഷ്യരുടെ പിൻഗാമികളായ ചോളനൈക്കൻസ് ഇവരാണ് കേരളത്തിലെ ഏറ്റവും അറിഞ്ഞിട്ടുള്ള വന്യജാതികൾ. ഇവരുടെ ജനസംഖ്യ ഇപ്പോൾ 100-ൽ താഴെയാണ്. ഗവൺമെന്റിന് പോലും ഇവരെ കണ്ടെത്താൻ വർഷങ്ങൾ കഴിഞ്ഞു. ഇവരുടെ ജീവിത ശൈലികൾ കല്ലും മരച്ചില്ലുകളും ചേർത്ത് താൽക്കാലിക വീടുകൾ, ഭക്ഷണമായി വനത്തിൽ നിന്നും ശകാരി, കായിക, തേൻ എന്നിവ. ഇവർക്കിടയിൽ വിവാഹങ്ങൾ പോലും കാടിനകത്താണ്. ഇവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാടാർകാടിന്റെ കാവൽക്കാരാണ്. ആതിരപ്പള്ളി ജലപാതത്തിനടുത്തും മലക്കാടിനും ഉള്ളിൽ ഇവരുടെ കുരിശുമില്ലാത്ത ലോകം. ഇവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും പ്രകൃതിയോട് ആശ്രിതം. ഔഷധ മുല്ലകളെ തിരിച്ചറിയുന്ന വിദഗ്ധർ ഇവരാണ്. ഒറ്റക്കെട്ടായി ജീവിക്കുന്ന കുലസംഘം, മിതമായ ജീവിത രീതി. ഒരിക്കൽ രാജാക്കന്മാർ പോലും ഇവരോടാണ് കാടിന്റെ വഴികൾ ചോദിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇന്ന് വരെ ഇവർക്ക് വൈദ്യുതി എത്തിയിട്ടില്ല. വന്യജീവികളോടൊപ്പം സൗഹൃദം പോലെ കഴിയുന്ന ജീവിതം. ഇവരുടെ ലോകത്ത് വൈഫൈ കണക്ട് ആക്കാൻ പോലും പറ്റില്ല. പക്ഷേ മനസാക്ഷിയോട് കണക്ട് ആവാൻ കഴിയുന്നു. ഇവരുടെ സംസ്കാരം എന്തുകൊണ്ടും നമ്മളെ തികച്ചും വേറിട്ട ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകും. ആഘോഷങ്ങൾ തൂവലുകളും താളവാദ്യങ്ങളും ചേർന്നതായിരിക്കും. ആരോഗ്യം താങ്ങാനാകാത്തതും എങ്കിലും തുല്യമായി സംരക്ഷിക്കപ്പെടുന്നു. പണവും വാണിജ്യവും ആവശ്യമില്ല. ഇന്ന് നമ്മൾ ടെക്നോളജിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവർ പ്രകൃതിയിൽ പിന്നോട്ട് പോയി. ആരാണ് മുന്നിലുള്ളവർ? അവരാണ് ശുദ്ധതയും ആത്മസംതൃപ്തിയും ഉള്ളവർ. ഇത്തരം രഹസ്യ ഗ്രാമങ്ങൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതുപോലുള്ള വിചിത്ര സത്യങ്ങൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ കണ്ടെത്താം. കമന്റ് ചെയ്യൂ അടുത്ത എപ്പിസോഡ് എവിടേക്ക് ആവണമെന്ന്.